പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് AEW റെസ്ലറായ റേ ഫിനിക്സിനെ സംബന്ധിച്ച് നിലവിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വമ്പൻ ചർച്ചയുടെ പിറകിൽ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. കുറച്ചധികം നാളുകൾക്ക് മുൻപ് ലൂച്ച ബ്രോസ് എന്ന AEWയിലെ ടാഗ് ടീം പെൻറ്റാഗൺ, റേ ഫിനിക്സ് തുടങ്ങിയവർ സഹോദരന്മാരായിട്ടുള്ള ഈ ഒരു ടീം WWE വരുന്നു എന്നുള്ളതിൻ്റെ ഒരു റൂമർ നമുക്ക് കേൾക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ഈ ഒരു വാർത്ത കേട്ട ടോണി ഖാന് റേ ഫിനിക്സ് ഇഞ്ചുറി മൂലം മാറി നിന്ന ആ ഒരു സമയം കൂടി അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് കോൺട്രാക്റ്റിൻ്റെ കാലാവധി കുറച്ചും കൂടി പുതുക്കി എന്നാണ് പിന്നീട് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതിനെ തുടർന്ന് റേ ഫിനിക്സിന് ആ കോൺട്രാക്റ്റിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിച്ചില്ല. പെൻറ്റാഗൺ ആണെങ്കിൽ ആ ഒരു വിഷയമില്ലാത്തത് കൊണ്ട് തന്നെ പെൻറ്റാഗൺ നിലവിലൊരു ഫ്രീ ഏജൻറ്റായി മാറിയിട്ടുണ്ട്. റേ ഫിനിക്സ് ഇഞ്ചുറി മൂലം മാറി നിന്ന ആ ഒരു സമയം കൂടി ആഡ് ചെയ്തപ്പോൾ കുറച്ചധികം നാളും കൂടി കമ്പനിയുടെ കോൺട്രാക്റ്റ് പ്രകാരം കമ്പനിയിൽ തുടരേണ്ട ഒരു സിറ്റുവേഷനും ഉണ്ടായി. എന്നാൽ താരത്തിനെ TV ടൈം കൊടുത്തുകൊണ്ട് പരിഗണിക്കാൻ ടോണി ഖാൻ താല്പര്യപ്പെടുന്നില്ല. WWE നീ എന്തായാലും പോകണ്ട എന്നുള്ളൊരു തീരുമാനം ടോണി ഖാൻ എടുത്ത പോലെയാണ് ആ ഒരു റൂമർ വന്നതിന് ശേഷമുള്ള ടോണി ഖാൻ്റെ ഒരു പെരുമാറ്റം കണ്ടിട്ട് എന്നാണ് റേ ഫിനിക്സ് പോലും വെളിപ്പെടുത്തിയിരിക്കുന്നത്. റേ ഫിനിക്സ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് താനിപ്പോൾ കോൺട്രാക്റ്റിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും തനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കോൺട്രാക്റ്റിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ പല കാര്യങ്ങളും വെളിപ്പെടുത്താനുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഈ റൂമേഴ്സിനെ സംബന്ധിച്ചും റേ ഫിനിക്സുമായി സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്ന പോസ്റ്റുകൾക്ക് കീഴിൽ റേ ഫിനിക്സ് പോയിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ പോസ്റ്റാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങളൊക്കെ ഇതുവരെ വിശദമായി പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് തനിക്ക് ഇപ്പോൾ ഡോക്ടറെ കാണേണ്ട ഒരു സമയമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റേ ഫിനിക്സിന് നിലവിലും ഇഞ്ചുറി ഉണ്ട്. AEW ഇഞ്ചുറി ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല എന്നുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ റേ ഫിനിക്സ് സോഷ്യൽ മീഡിയയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. WWE പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടോണി ഖാൻ റേ ഫിനിക്സിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അത് 8ൻ്റെ പണിയായി ഇപ്പോൾ AEWയിൽ തന്നെ തിരിച്ചടിയായി കിട്ടുന്നതാണ് റേ ഫിനിക്സിൻ്റെ അഭിപ്രായങ്ങളിലൂടെ നമുക്ക് അറിയാനും സാധിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് സില ഫാറ്റു എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. ഇക്കഴിഞ്ഞ ദിവസം സില ഫാറ്റു ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഏത് ബ്ലഡ് ലൈൻ്റെ കൂടെയാണ് നിൽക്കാൻ താല്പര്യമെന്ന് ചോദിച്ചപ്പോൾ റോമൻ റീൻസിൻ്റെ ബ്ലഡ് ലൈൻ്റെ കൂടെ മാത്രമേ താൻ നിൽക്കൂ എന്നുള്ളതും സില ഫാറ്റു ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുന്നു. WWE വരുന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും സില ഫാറ്റു പോസിറ്റീവായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം നടന്ന ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് ഷോയിലെ ഒരു മത്സരത്തിന് ശേഷം സോളോ സിക്കോവിയെ സില ഫാറ്റു വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറുന്നുണ്ട്. സില ഫാറ്റു ക്യാമറയിൽ നോക്കിക്കൊണ്ട് നീ എവിടെയാണ് സോളോ എന്ന് പറഞ്ഞുകൊണ്ട് സോളോയെ വെല്ലുവിളിക്കുന്നു. പിന്നീട് ആ കോർണറിലെ ടേൺ ബക്കിളിൽ കയറിക്കൊണ്ട് ജെ ഊസോയുടെ ഈറ്റിൻ്റെ ആ ഒരു സൈനും കാണിക്കുന്നു. കാണികൾ വലിയ രീതിയിൽ സില ഫാറ്റുവിനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ OG ബ്ലഡ് ലൈൻ റോമൻ റീൻസിൻ്റെ ബ്ലഡ് ലൈൻ്റെ കൂടെയാണ് താനെന്നും റോമൻ റീൻസിൻ്റെ പോരാളിയാണ് താനെന്നും സില ഫാറ്റു അവിടം കൊണ്ട് ഉറപ്പ് നൽകിയിരിക്കുന്നു. സില ഫാറ്റുവിൻ്റെ ഡെബ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്ന കോടിക്കണക്കിന് ആരാധകരാണ് നിലവിൽ ഇപ്പോൾ WWE നെക്സ്റ്റ് എൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ട് കാത്തിരിക്കുന്നവർ. സില ഫാറ്റുവിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഡെബ്യൂ ഉടനെ കാണാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് WWE എക്കാലത്തെയും മികച്ച ഫാക്ഷനുകളിൽ ഒന്നായിട്ട് വന്ന നെക്സസിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം ഹീത്ത് സ്ലൈഡർ എന്ന് പറയുന്ന മുൻ നെക്സസ് മെമ്പർ വെളിപ്പെടുത്തിയിരിക്കുന്നു. ട്രിപ്പിൾ എച്ചിനോട് നെക്സസിലെ മെമ്പറായിരുന്ന ഹീത്ത് സ്ലൈഡർ പറയുന്നത് ഇങ്ങനെയാണ്: തങ്ങളെ തിരികെ കൊണ്ടുവരൂ, തങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം എന്നുള്ളതും, തങ്ങൾ പഴയ പോലെ കിഡ്സ് അല്ല, ഞങ്ങളിപ്പോൾ മെൻ ആയിരിക്കുന്നു, യുവാക്കളല്ല, ഞങ്ങൾ കൃത്യമായി വിവരവും നല്ല അറിവുമുള്ള റെസ്ലേഴ്സായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഹീത്ത് സ്ലൈഡർ വെളിപ്പെടുത്തുന്നത്. യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഴയ നെക്സസിലെ പല മെമ്പേഴ്സും റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലർക്കും റിങ്ങിലേക്ക് കയറാൻ സാധിക്കാത്ത രീതിയിൽ ഔട്ട് ഓഫ് ഷേപ്പ് ആയിട്ടുണ്ട്. ഹീത്ത് സ്ലൈഡർ ഇപ്പോഴും ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് ഷോകളിലും TNA റെസ്ലിങ്ങിലുമൊക്കെ മത്സരിച്ച് അദ്ദേഹം ആ ഒരു ഷേപ്പിൽ നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ സ്ഥിതി അങ്ങനെയല്ല. എന്നാലും നെക്സസിനെ ഹീത്ത് സ്ലൈഡർ തിരികെ കൊണ്ടുവരണം എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റും അത്തരത്തിലുള്ള അഭിപ്രായം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു തരംഗമായിട്ടുണ്ട്. ഹീത്ത് സ്ലൈഡർ നെക്സസിൻ്റെ തിരിച്ചുവരവ് വരുന്നതിന് മുൻപ് ഇങ്ങനെ സർപ്രൈസായി വരുന്നതിന് മുൻപ് ആ ഒരു വാർത്ത ലീക്കാക്കിയതാണോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ട്രിപ്പിൾ എച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ നടക്കുമെന്നുള്ളത് കണ്ട് തന്നെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. നെക്സസിൻ്റെ തിരിച്ചറിവ് പ്രതീക്ഷിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.